നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഹഗ്ഗിങ് ചെയ്തിട്ട് അതും ഒരു വട്ടമല്ല 2-3 വട്ടം ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളെ കുറ്റം പറയുന്നത് അത് ശരിക്കും ഒരു നട്ടലില്ലാത്ത പരിപാടിയായിട്ട് ഞാൻ കാണുന്നത്. പടം ഇന്ന് റിലീസായി. അതെ, എന്താണ് പറയാനുള്ളത് ഈ സാഹചര്യം? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരോടും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സങ്കടമൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും എൻ്റെ ഡ്രീമാണ്. എൻ്റെ കൊച്ചുനാൾ മുതൽ ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നം. ആ സ്വപ്നം ഇന്ന് ഇവിടെ പോവുകയാണ് ചെയ്യുക. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത്രയും ഞാൻ എഫേർട്ട് ഇട്ട് വന്ന് ഇന്ന് ഏതൊരാളുടെയും സ്വപ്നമാണ് ഇന്ന് ഇതുപോലൊരു തിയേറ്ററിൽ സ്ക്രീനിൽ കാണുക എന്നുള്ളത്. ഇന്നത് ഞാൻ കണ്ടു. ഞാൻ ഭയങ്കര ഹാപ്പി. ഒരുപാട് ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ചാൻസ് ചോദിക്കാൻ ഇനി ആരുമില്ലെന്ന് തോന്നുന്നു. അതുപോലെ ചാൻസ് ചോദിച്ച് തെണ്ടിയിട്ടുണ്ട്, നമ്മളെ പുച്ഛിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാം നേരിട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ബിഗ് ബോസിന് ശേഷവും അതിന് മുന്നേ ശേഷം എന്ന് പറയാൻ പറ്റില്ല. അതെ, പിന്നെ അതിന് മുമ്പ് 1-2 പടത്തിൽ കുഞ്ഞ് റോൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തന്നെ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുന്നു. ഞാൻ നല്ല ഹാപ്പിയാണ്. ഒരു ബിഗ് ബോസ് കൂട്ടായ്മ കൂടെ ഉണ്ടല്ലോ ഈ പടത്തിൽ. അതെ, ഉണ്ട്. ഇത് ശരിക്കും അങ്ങനെ ബിഗ് ബോസ് കൂട്ടായ്മ പ്ലാൻ ചെയ്തതല്ല, അതങ്ങനെ സംഭവിച്ചതാണ്. ഓരോരോ ക്യാരക്ടർ വന്നപ്പോൾ ഇങ്ങനെ കാസ്റ്റായി വന്നതാണ്. അതുവരെ നമ്മളിത് പ്ലാൻഡ് അല്ല. ഇതിനകത്ത് എല്ലാ ക്യാരക്ടറും പലരും ചെയ്യാനിരുന്ന എന്തായാലും നല്ല രീതിയുണ്ട്. പുള്ളി അത് ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ, അവരവരുടെ നാട്ടിൽ നിന്ന് കാണണം. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചെങ്ങന്നൂർ പോയി കാണണം എന്നുള്ളത്. പക്ഷേ ഇവിടെ പിന്നെ ആരും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നത്. അവരുടെ നാട്ടിൽ അവരുടെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് അവരുടെ കുടുംബത്തിലൂടെ കാണുമ്പോൾ അതൊരു വേറെ സന്തോഷം തന്നെയാണ്. അഖിലേട്ടൻ ചെയ്യുന്നു, അവർ പോയി കാണുന്നു. ഞാൻ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ല, അത് ഞാൻ ചെയ്തില്ല. ഞാൻ രാവിലെ വരാൻ നേരത്തെ വിളിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ബിഗ് ബോസിൽ നിങ്ങൾ പോയിരുന്നതിന് ശേഷം ഒരു പ്രൊമോഷനായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലല്ല, ബിഗ് ബോസ് ഇപ്പം OTT പ്ലാറ്റ്ഫോംസും ഈ സാറ്റലൈറ്റ്സ് ഒന്നും ഓരോ പടങ്ങൾ എടുക്കുന്നില്ല, മൈൻഡ് ചെയ്യാതിരിക്കുമ്പം നമ്മുടെ പടത്തെ അവർ സപ്പോർട്ട് ചെയ്യുന്നു, കാണാൻ വരുന്നു, പിന്നെ നമ്മൾക്ക് ലോഞ്ച് ചെയ്തു തരുന്നു. അപ്പം ഇനിയിപ്പോൾ OTT ആണെങ്കിലും അവർ സംസാരിക്കാൻ തയ്യാറാവുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആക്ടേഴ്സിന് അത് വലിയൊരു പ്രചോദനമാണ്. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് ബിഗ് ബോസിൽ വന്നാൽ സിനിമ ആക്ടർ ആവാം, ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറും എല്ലാം സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞങ്ങൾ 3 പേരും അവിടെ പോയത്. ബിഗ് ബോസിൽ കുറേ ആൾക്കാർ ബിഗ് ബോസിൽ വരുന്നു, പക്ഷേ ബിഗ് ബോസിൽ പോയതിന് ശേഷം ബിഗ് ബോസിന് ഒരുപാട് ആൾക്കാർ തള്ളി പറയുന്നുണ്ട് കണ്ടസ്റ്റൻ്റ് തന്നെ. അത് ഓരോരുത്തരുടെ വ്യൂ അല്ലേ, എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ എന്തായിരിക്കുന്നു അത് ബിഗ് ബോസ് കാരണമാണ്. അത് ഞാൻ ഒരു നന്ദിയുള്ളവരാണ്, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. നിങ്ങളൊരു നല്ല ഉദ്ദേശത്തോടെ പോയിട്ട് അതിനകത്ത് കുറച്ച് വിവാദങ്ങളുണ്ട്, അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുക? എനിക്കറിയത്തില്ല, അതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറഞ്ഞു. മീഡിയാസിന് കിട്ടിയ അവസരം അവർ യൂസ് ചെയ്തേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പടം പ്രൊമോട്ട് ചെയ്തു, തിരിച്ചു വന്നു. ഞാൻ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. വന്നപ്പോഴത്തേക്ക് ഇവിടെ വലിയ കോൺട്രവേഴ്സീസും കാര്യങ്ങളെത്തി. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും ബിഗ് ബോസ് കാണുന്നില്ല, അവരുടെ പാടായി പോകട്ടെ എന്ന് ചെയ്തു. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ലൈവ് അടക്കമുണ്ട്, ലൈവിലടക്കാണെങ്കിലും കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ താങ്കൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ലക്ഷ്മിക്ക് ഒരു ഇല്ല, എന്ത് ക്ലൂ കൊടുക്കാനാണ്? അത് കയറുമ്പോഴേ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, ആരുടെയും ഗെയിം ചേഞ്ച് ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യരുത്. നമ്മൾ ചെയ്തില്ല. ലക്ഷ്മി ചോദിക്കുന്നുണ്ടായിരുന്നു ഗെയിം എങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന ഒറ്റ ഡയലോഗ് ഞാനത് തീർത്തു. അല്ല, നമ്മളൊന്നും പറയാൻ പോയിട്ടില്ല. പിന്നെ ആൾക്കാർക്ക് പറഞ്ഞുണ്ടാക്കാൻ ആർക്ക് എന്തും പറഞ്ഞുണ്ടാക്കാമല്ലോ. അഭിഷേക് ജയദീപിനെതിരെ താങ്കളുടെ അടുത്തൊരു പരാമർശം ഭയങ്കര വിവാദമായിരുന്നു. അതെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ സുഹൃത്തുമായ അല്ലെങ്കിൽ താങ്കളുടെ സിനിമയിലെ ഇപ്പം ഞാൻ അഭിഷേക് ജയദീപിനോട് പറഞ്ഞതിന് തെളിവുണ്ടായിരുന്നു. ഇല്ലെന്ത് തെളിവ്? അവൾ പറഞ്ഞതിൽ തെറ്റുണ്ട്. ആ തെറ്റിനുള്ള ശിക്ഷ ലാലേട്ടൻ വരുമ്പോൾ കൊടുക്കും. അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൾ ചെയ്തതിൽ തെറ്റുണ്ട്, അതെനിക്കറിയാം. ഇനി അതെന്താണ്, ഇനി അവൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നൊക്കെ നമുക്ക് ഇനി ലാലേട്ടൻ വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. വരുമ്പോൾ ചെയ്യട്ടെ, നമുക്കപ്പോൾ അറിയാം. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് പ്രവീണെ ചീത്ത വിളിച്ചാൽ ഞാൻ കണ്ടു. നമ്മൾ ഞാൻ പറയില്ല, നല്ല ഉദ്ദേശത്തോടെ പോയി എല്ലാവരും സപ്പോർട്ട് ചെയ്തു, സന്തോഷത്തോടെ തിരിച്ചു വന്നു. വന്നപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങി വന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. അപ്പം കുറ്റം പറയുന്ന ആൾ മാറി നിൽക്കണമായിരുന്നു. അങ്ങനെ മാറി നിൽക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഹഗ്ഗിങ് ചെയ്തിട്ട് അതും ഒരു വട്ടമല്ല 2-3 വട്ടം ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളെ കുറ്റം പറയുന്നത് അത് ശരിക്കും ഒരു നട്ടലില്ലാത്ത പരിപാടിയായിട്ട് ഞാൻ കാണുന്നു. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഹർട്ടായി. നമ്മളൊന്നും അങ്ങനെയല്ല കണ്ടത്. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. എല്ലാവരോടും നല്ല രീതിയിൽ ചിരിച്ച് കളിച്ചിട്ടാണ് നമ്മൾ സന്തോഷം ഉള്ളിൽ നിന്ന് നമ്മൾ ആ സന്തോഷം കാണിച്ചിട്ടാണ് വന്നത്. പക്ഷേ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് എനിക്കത് ഹർട്ടായി ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ പ്രതികരിച്ചു. ഇല്ല, ഞാൻ കാണാറില്ല, ബിഗ് ബോസ് കാണാറില്ല. എനിക്കറിയില്ല, ഒരു പിടിയില്ല ചിന്തകൾ. ഇല്ല, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അനുമോളുണ്ട്, ലക്ഷ്മി ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ സീസൺ കാണുന്നുമില്ല. എന്തായാലും അവർ ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. ഇപ്പം ഞാൻ കരഞ്ഞിട്ടില്ല, അവിടെ അവൾ കരയുന്നു. അതിനൊന്നും പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടറില്ലേ, അത് നമുക്ക് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്തായാലും താങ്ക്സ്, ഞാൻ അങ്ങോട്ട് പോട്ടെ. സിനിമയായിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക് യു.